2 മാസത്തിലേറെയായി ശമ്പളമോ ഭക്ഷണമോ ലഭിക്കാതെ ദുരിതത്തിലായി മലയാളികൾ. ഷാർജയിൽ വെൽഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന 3 യുവാക്കൾക്ക് കമ്പനി ഉടമ പാസ്പോർട്ട് പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ നാട്ടിൽ പോകാനും സാധിക്കാത്ത അവസ്ഥയാണ്. ഇവരുടെ ദുരിതജീവിതം മനസ്സിലാക്കിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ഇവർക്ക് പ്രതീക്ഷ ലഭിച്ചിരിക്കുകയാണ്. ഷാർജ സജ്ജയിൽ വെൽഡിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശികളായ 3 യുവാക്കളാണ് 2 മാസത്തിലേറെയായി ശമ്പളമില്ലാതെയും ഭക്ഷണമില്ലാതെയും കഷ്ടപ്പെടുന്നത്. ഞാനിവിടെ 1.5 കൊല്ലമായി വർക്ക് ചെയ്യുന്നു. ഇന്നേ വരെ ഒരൊറ്റ മാസം പോലും കറക്റ്റായിട്ട് ശമ്പളം തന്നിട്ടില്ല. 10 ദിവസം വൈകി, അല്ലെങ്കിൽ 20 ദിവസം വൈകി, അല്ലെങ്കിൽ 2 മാസം പെൻഡിങ് ഇട്ട് അങ്ങനെയാണ് തന്നിരുന്നത്. ശ്രീജിത്തേട്ടൻ എന്ന് പറയും, ആള് ഇവിടെ ദുബായിലുള്ള ചേട്ടനാണ്. ആളും ആളുടെ ഒരു സുഹൃത്തും കൂടി വന്നിട്ടാണ് നമുക്ക് ഇവിടെ ഒലീവ് എന്ന് പറഞ്ഞ കഫ്തീരിയയിൽ ഫുഡ് അവിടെ അവർ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് നമുക്ക് 3 പേർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നേക്കാണ്. അപ്പം 3 നേരം അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. കമ്പനി ഉടമയായ മലയാളി പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നതിനാൽ നാട്ടിലേക്ക് മടങ്ങാനോ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടാനോ സാധിക്കാത്ത അവസ്ഥയിലാണിവർ. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് റെഡി ആവില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആൾ പറയണത് ക്യാൻസൽ അടിച്ച് തരാൻ പറ്റില്ല, നിങ്ങൾ ഈ പാസ്പോർട്ട് അപ്പോഴാണ് ഞാൻ പാസ്പോർട്ട് ഇതായും ഞാൻ എവിടെ നിന്നെങ്കിലും കടം പിടിച്ചിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവരിൽ ഒരാൾക്ക് വിസ അടിച്ചിട്ടില്ലെന്നതിനാൽ വലിയൊരു തുക പിഴ അടയ്ക്കേണ്ടി വരും. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫൈനായിട്ടാണ്. എനിക്ക് ഓരോ ദിവസവും ഫൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ശമ്പളം ലഭിക്കാത്തതിനാൽ നാട്ടിലുള്ള കുടുംബങ്ങളും ദുരിതത്തിലായിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ട്, വാടക വീടാണ്. വാടക കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ 2 മക്കളും അമ്മയും മാത്രമേ ഉള്ളൂ. അവരെന്നെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ. ഇപ്പോൾ ഓൾറെഡി ഇറക്കി വിടേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ ശ്രീജിത്ത് MS ആണ് ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റുമൊരുക്കി സഹായവുമായി ഒപ്പമുള്ളത്. ഇതോടൊപ്പം തൊഴിലാളികളുടെ പ്രതിസന്ധി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് പ്രതീക്ഷയായിരിക്കുകയാണ്. ഇതിലേക്ക് ഇടപെടാൻ കാരണം വെച്ചാൽ നാട്ടിൽ നിന്ന് ഇതുപോലെ തന്നെ വിളിച്ച് ഇങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ പിള്ളേർ വിട്ടെടുക്കുന്നുണ്ട്, അതിന് സത്യാവസ്ഥ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്നു. നേരിട്ട് കണ്ടപ്പോഴാണ് ഇവിടെ ദയനീയാവസ്ഥ മനസ്സിലായത്. ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ ഈ വിഷയം അറിയിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസും എല്ലാവരും നമ്മൾ അറിയിച്ചു, കോൺസുലേറ്റ് എല്ലാവരും അറിയിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ കോൺസുലേറ്റ് ആയിട്ട് ഒരു മന്ദഗതിയിലായിരുന്നു വിഷയം മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് രണ്ട് ദിവസമായിട്ട് വളരെ ശക്തമായിട്ട് കോൺസുലേറ്റും ഇതിലിപ്പോൾ ഇടപെടുന്നുണ്ട്. പിന്നെ എനി ടൈം ഏത് ബാധ്യത വിളിച്ചാലും നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസും ഫുൾ ടൈം ഏത് രാത്രി വിളിച്ചാലും അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട പോസിറ്റീവ് ധൈര്യം തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പേടിക്കേണ്ട, എല്ലാവരും ഉണ്ട്, നിങ്ങൾക്ക് അധികം വേഗം തന്നെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്യും എന്ന് പുറത്ത് ഇവർക്ക് തൽക്കാലം ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ നാട്ടിലേക്ക് പോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ യുവാക്കൾ. ജനം, ദുബായ്.